വയനാട്ടിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തിയ നമ്മുടെ പ്രിയങ്ക ഗാന്ധി MP അതിന്റെ ആദ്യ പ്രസംഗമൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് മീഡിയ ഒക്കെ ആഘോഷിച്ചിരുന്നു. ഇപ്പൊ വീണ്ടും ഭയങ്കരമായിട്ട് ശ്രദ്ധയാകുന്നത് ഒരു ബാഗിന്റെ പേരിലാണ്. സാർ കണ്ടിട്ടുണ്ടാവും, പാലസ്തീൻ ബാഗ്. എന്ത് തോന്നി? ഇത് ബേസിക്കലി നമ്മൾ ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്ന് ശരിക്കും സ്റ്റഡി ചെയ്താൽ മനസ്സിലാകുന്നതാണ്. പ്രിയങ്ക ഗാന്ധി പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞിട്ട് ആദ്യം അവർക്ക് കൊടുത്ത ചാർജ് ഉത്തർപ്രദേശ്. അതെ, അത് കുളമാക്കി. അവിടെ എന്താണ് ഇവർ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം AICC ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടൊക്കെ ഉത്തർപ്രദേശിൽ പോയി. ഇപ്പം ഇവരുടെയൊക്കെ ധാരണ ഈ ആൾക്കാർ കൂടുമ്പോൾ വോട്ട് ചെയ്യുമെന്ന്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ആൾക്കാരിപ്പം ഗാന്ധി ഫാമിലിയുടെ ആൾക്കാരെയൊക്കെ കാണാൻ വരാറുണ്ട്. ഇപ്പം അമിതാഭ് ബച്ചൻ ആൾക്കാരെ കാണാൻ പോകും. പക്ഷെ വോട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മലയാളികളെക്കാളും വളരെ മുമ്പിൽ ചിന്തിക്കുന്നവരാണ് ഉത്തരേന്ത്യക്കാർ. കാരണം നീ ഡൽഹിയിലായിരുന്നു, ഞാനും ഡൽഹിയിലായിരുന്നു. കാരണം അത് കഴിഞ്ഞ് ഇവിടെ പോകുന്നു, ഹരിയാനയിൽ പോകുന്നു. കാരണം റോബർട്ട് വഡേര അവിടെ മത്സരിക്കുമെന്ന് പറയുന്നു. അവിടെയും ഫ്ലോപ്പ് ഷോ. അവസാനം അവിടുന്ന് കെട്ടിയെടുത്ത് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗ് കൊണ്ടുവന്ന് വയനാട് കൊണ്ട് നിർത്തി. അതും ഷുവർ ഷോട്ട് സീറ്റ്. അവിടെ ജയിച്ചു. ഉറപ്പായിട്ടും ലീഗിൻ്റെ ഒരു സംഭവമുണ്ട്. കാരണം കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവർ സെക്യുലർ ആണെന്ന് പറഞ്ഞാൽ തന്നെ അവർ ഈ പാലസ്തീൻ അല്ല, ബേസിക്കലി അവർ ഹമാസ്. അവർ ഹമാസിന്റെ ഹിസ്ബുള്ളയുടെ ആൾക്കാരാണ്. അല്ലാതെ പാലസ്തീൻ സംഭവം എന്നല്ല. ഞാൻ നീയൊക്കെ പാലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. അവർ ബേസിക്കലി ഹമാസിന്റെ ആൾക്കാരാണ് കേരളത്തിലെ മുസ്ലിം ലീഗ്. കേരളത്തിലെ ഈ പറയുന്ന അവർ പാലസ്തീനെ പിന്തുണയ്ക്കുന്ന പബ്ലിക്കായിട്ട് പറയുമ്പോഴും അവർ പിന്തുണയ്ക്കുന്ന ഹമാസിനെ. നേരത്തെ അനുകൂല സമ്മേളനത്തിലെ പിന്നെ മത തീവ്ര സംഘടന, മതഭീകര സംഘടനയാണ് ഹമാസ്. ഹിസ്ബുള്ള അങ്ങനെ തന്നെ. അല്ലെങ്കിൽ അവരുടെ ഈ ശശി തരൂർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഇപ്പൊ ശശി തരൂർ ഹമാസിനെയും ഈ പറയുന്ന ഭീകര സംഘടന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് MK മുന്നോട്ട് തിരുത്തിയല്ലോ. ഇതൊക്കെ തെളിവാണ്. അപ്പം വയനാട് നിർത്തി ജയിപ്പിച്ചിട്ട് പ്രിയങ്കയെ ഈ പറയുന്ന പാലസ്തീൻ സംഭവമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൊണ്ടുപോയി. ഇതാണ് സംഭവം. ബേസിക്കലി ഞാൻ ഇന്ന് വരെ രാഹുൽ ഗാന്ധി പപ്പൂന്ന് ഞാൻ വിളിച്ചിട്ടില്ല. മൊണ്ണയാന്ന് പറഞ്ഞിട്ട് അത് മൊണ്ണയാന്ന് പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. നിനക്കറിയാവുന്ന കാര്യം രാഹുൽ ഗാന്ധി പല ആവർത്തി എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. അതെ, എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഈ ചെറുക്കൻ എന്തൊക്കെയാ വിഡ്ഢിത്തരം വിളിച്ചു. കാരണം കോൺഗ്രസ് പാർട്ടി, ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് എന്റെ മുമ്പിൽ ഇരുന്ന് GSTയുടെ വിഡ്ഢിത്തരം പറയുക. അത് RSS അങ്ങനെ ചിന്തിക്കുന്നു, ഇതിങ്ങനെ ചിന്തിക്കുന്നു, പൊട്ടത്തരം. ഞാൻ ഈ പറയുന്ന നാഷണൽ പൊളിറ്റിക്സിൽ ഈ ജേർണലിൽ എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു. കാരണം എൻ്റെ പ്രായമുള്ള രാഹുൽ ഗാന്ധിക്ക്. അതെ, ഞാൻ തലയെ മുടിയൊക്കെ നരച്ചിരിക്കുന്നു, യുവാവായിട്ട് കല്യാണം കഴിക്കാൻ ജീവിക്കുന്നു. അതെ, എൻ്റെ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ച അധ്യാപകരെ എനിക്കറിയാം. സെന്റ് സ്റ്റീഫൻസിൽ ഒരു ബിലോ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വിദേശത്തെ യൂണിവേഴ്സിറ്റി പഠിച്ചവരെ എനിക്കറിയാം. കാരണം ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു, ഇവരാരെ എന്തുവാ ഇത്ര കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് പിന്നീടുള്ള കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ഇയാളുടെ സംഭാഷണങ്ങൾ, ഇയാളുടെ പ്രസംഗങ്ങളും വിഡ്ഢിത്തം മാത്രം വിളിച്ച് പറയുന്ന ഒരു മൊണ്ണ ആപ്പിന്. പുള്ളിക്ക് ഇതിനൊന്നും താല്പര്യമൊന്നുമില്ല. പുള്ളിക്ക് ഹാർലി ഡേവിഡ്സൺ ബൈക്ക് രാവിലെ 2 മണിക്ക് അവിടുന്ന് ഓടിച്ച് മറ്റേ അലിഗഡ നോയിഡ എക്സ്പ്രസ്വേയിൽ ഓടിക്കുക, തിരിച്ചു വരിക എന്നല്ലാതെ ഇടയ്ക്കിടയ്ക്ക് തായ്ലൻഡിൽ പോവുക, ഹോങ്കോങ്ങിൽ പോവുക എന്നല്ലാതെ പുള്ളിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണിത്. ഞാൻ മാത്രമൊന്നും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് പറയുമൊന്നുമല്ല. ഇപ്പൊ എൻ്റെ ഒരു ധാരണ പ്രിയങ്ക എന്ന് പറയുന്നത് 2 മക്കളും ഒരേപോലെ ആയിരിക്കത്തില്ല. ചിലപ്പോ ഒന്ന് ഇപ്പൊ ചാണ്ടിയുമ്മനും അച്ചുമ്മനെ എടുക്കുവാണെങ്കിൽ അപ്പൊ അതിൻ്റെ അകത്ത് ഈ ചാണ്ടിയുമ്മൻ ആദ്യം രാഷ്ട്രീയം അതിനേക്കാളും എത്രയോ ഫാർ ബെറ്റർ ആണ് അച്ചുമ്മൻ. അവര് മോഡലിംഗ് ഒക്കെ. പക്ഷേ ഷീ ഈസ് വെരി ക്ലവർ, വളരെ സ്മാർട്ടാണ്, കാര്യങ്ങൾ ആ രീതിയിൽ സംസാരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കണ്ടത് ഈ പ്രിയങ്ക ഗാന്ധിയുടെ അത് കഴിഞ്ഞിട്ട് പാർലമെന്റിൽ ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കലി എന്തുവാ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ രാഹുൽ ഗാന്ധി
മഹാഭാരതം രാമായണം അറിയത്തില്ലെങ്കിൽ അത് മിണ്ടാതിരിക്കുക, അല്ലയോ? അതെ. ആരെങ്കിലും ഒരു ട്യൂഷൻ എടുത്തു കൊടുക്കും, അല്ലെ പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം ഈ ചെറുക്കനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഒരിക്കൽ മണിശങ്കർ അയ്യറായിട്ട് സംസാരിച്ച സമയത്ത് ആദ്യകാലത്ത് ഇയാൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് മണിശങ്കർ അയ്യറിനൊക്കെ വിളിച്ചിരുത്തിയാണ് ഇൻ്റർവ്യൂവും പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നത്. അപ്പം മണിശങ്കർ അയ്യറിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. അപ്പം വലിയ ഭവ്യത്തോടൊക്കെ പോയിക്കൊണ്ട് അത് തന്നെ മണിശങ്കർ അയ്യറിനെ എല്ലാവരോടും പറഞ്ഞു ഇത് പോക്ക് കേസ്. ഇത് ഞാൻ പറഞ്ഞല്ല, പുള്ളി തന്നെ പലരോടും പറഞ്ഞു. അതുകൊണ്ട് കൂടിയാണല്ലോ പുള്ളി പുറത്ത് ഇത് ഇയാളെ ഈ ചെറുക്കനെ കൊണ്ട് നടക്കത്തുന്നില്ല, പോക്ക് കേസാന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ ഉദാഹരണ പ്രിയങ്ക ഗാന്ധി ഒരു കേപ്പബിലിറ്റി ഉള്ള, കാരണം മെച്ചൂറായിട്ട് സെൻസ് ചെയ്ത് പൊളിറ്റിക്സിനെ പറ്റി മനസ്സിലാക്കുകയും ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്ന ലീഡറായിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 4 ദിവസം പ്രകടനം അനുസരിച്ച് അവനെ പപ്പു ആണെങ്കിൽ ഷീസ് എ പപ്പി. അബ്സല്യൂട്ട്ലി സെയിം കാറ്റഗറി. ഒരു ബോധവും ഇല്ല. ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ് അവിടുത്തെ പഴയ യാസർ അറാഫത്ത്, ഒരു ആലോചിക്കേണ്ട പഴയ പാലസ്തീൻ അല്ല ഇത്. ഇന്നത്തെ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സ്ഥലം, ഹിസ്ബുള്ളയ്ക്ക് അതേപോലെ വെപ്പൺസ് ഉപയോഗിച്ച് ഏറ്റവും ക്രൂരമായിട്ട് കൊല്ലുകയും നമ്മൾ ഒക്ടോബർ 7 കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ഇന്ന് വരെ തള്ളി പറയാൻ പാലസ്തീൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന സംഭവമാണ് യാസർ അറാഫത്ത്. ഈ യാസർ അറാഫത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും പണം കൊടുക്കുവാനും ഭക്ഷ്യം കൊടുക്കുവാനും മരുന്ന് കൊടുക്കുവാനും ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ തള്ളി. അന്ന് ഇസ്രായേലോട്ട് നമുക്ക് ബന്ധമില്ല. എന്നിട്ട് ഈ യാസർ അറാഫത്ത് എന്ന് പറഞ്ഞവൻ കാശ്മീരിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. കാരണം മതം കോയിൻ ചെയ്തപ്പോൾ പെട്ടെന്ന് കാശ്മീരിനെ സപ്പോർട്ട് ചെയ്തു. ഇനി മറ്റൊന്ന്, പണ്ടൊന്നും കേരളത്തിൽ നിന്നാരും ഇന്ത്യയിൽ നിന്നാരും ഇസ്രായേലി ജോലിക്ക് പോയിട്ടില്ല. അതെ, കഴിഞ്ഞ 10-15 കൊല്ലം കൊണ്ടാണ് ഇസ്രായേലിലോട്ട് ആൾക്കാർ ജോലിക്ക് പോകുന്നത്. അതും മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന, അവിടെ ചെറിയ ജോലിക്ക് മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല സാലറി കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവിടെ ഇല്ലാത്ത സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാരെ എല്ലാ രക്ഷയും അതെ, ഇന്ത്യക്കാരെ വളരെ കാര്യമായിട്ട് കണക്കാക്കുന്ന ഈ അറബികൾ ഇന്നും എത്രയോ അവിടെ ജോലി ചെയ്തിട്ട് പറയുന്നുണ്ട്. അറബികൾ അവരെ കാണുമ്പോൾ നമ്മളെ ഇന്ത്യക്കാരെ കാണുമ്പോൾ മുഖത്ത് തുപ്പാറുണ്ട്. കാരണം ഈ കാട്ടറബി എന്ന് പറഞ്ഞാൽ കാട്ടറബി തന്നെ. ഒരു കാരണവശാലും ജൂയിഷ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടെ ഉള്ളവരും അങ്ങനെ ഒരു സംഭവത്തിൽ അവർ ഓൾവേസ് റെസ്പെക്ടസ്. കാരണം ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയായിട്ട് നല്ല ബന്ധമുള്ള രാജ്യം. കാരണം ഇന്ത്യൻ പട്ടാളത്തെ പോലും ട്രെയിൻ ചെയ്യുന്നത്, അന്യോന്യം കൊടുക്കൽ വാങ്ങലും ഒക്കെ നടക്കുന്നത് കാരണം നമ്മളെ വല്ലാതെ സഹായിച്ചുള്ള രാജ്യമാണത്. ഈ ബിട്ടാസ് എന്ന് പറഞ്ഞ CPM-ന്റെ MP എന്ന് പറഞ്ഞ ഒരു ഇഡിയറ്റ്, അവന്റെ ധാരണ അവൻ ദേശാഭിമാനിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പത്രം ദേശാഭിമാനി പത്രത്തിൽ അവൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതാണ് തമാശ. ആ യൂസ്ലെസ് പാർലമെന്റിൽ രാജ്യസഭയിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്തുകൊണ്ട് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ അവിടെ ഇന്ത്യയിൽ വന്ന അറസ്റ്റ്? അപ്പോൾ ജയശങ്കർ നല്ല മറുപടിയാണ് കൊടുത്തത്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ ഒരു ലൈബിലിറ്റിയാണ്. ലോകത്തിന്റെ, കാരണം ടെററിസം ആ രീതിയിലോട് അതിനെ രൂപഭാവന ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന് ഈ സൂയിസൈഡ് ബോംബ് എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയവരാണ് ലോകത്ത്. അവിടുന്നാണ് പിന്നെ മറ്റുള്ള ഇസ്ലാമിക ജിഹാദിലോട്ട് ഇത് കയറി പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഇസ്രായേലിന്റെ ബന്ധം ഇന്ത്യയെ എവിടെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ, ഇന്ത്യയുടെ ടെക്നോളജി, ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം, ഇതിലൊക്കെ നമ്മുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് ഇസ്രായേൽ. അതായത് ഇപ്പം മിലിറ്ററി ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും ഇന്ന് റഷ്യയെക്കാളും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇസ്രായേൽ. അത് റഷ്യന് അയച്ചു തരുമായിരുന്നു. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുക. മാനുഫാക്ചർ ഇസ്രായേലി കമ്പനി വന്ന് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറയാൻ ഈ പരമവിഡ്ഢി വിട്ടാവും. അവന്റെ ധാരണ അവൻ വലിയ ഭയങ്കര ബുദ്ധിജീവിയാണ്. അവര് കോപ്പുമില്ല. ഈ പറയുന്ന CPM-ന്റെ പൊട്ട സാധനം തലയ്ക്കകത്ത് കയറി SFI പിണറായി വിജയന് ചാക്കിട്ട് മറ്റേ മൂട് താങ്ങി നടന്നതിന്റെ ഒരു പാരിതോഷികം മാത്രമാണ് ഇയാൾക്ക് കിട്ടിയത്. ചില ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ലേഖനം എഴുതിയിട്ടുണ്ട്. അന്ന് ആ തെഹൽക്ക സമയത്ത് ഇവൻ പലരോടും പറഞ്ഞ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്.
കാരണം എന്നെയാണ് അവൻ അറ്റാക്ക് ചെയ്യുന്നത്. അത്രമാത്രം വൃത്തികെട്ട ഒരു പരനാറിയാണ് ഈ ബിട്ടാസ്, ലിറ്ററലി അങ്ങ് പറയും. പിന്നെ ഈ പിണറായി വിജയൻ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് അതിൽ മാത്രം ആളായി. പിന്നെ അവസാനം പിണറായി വിജയനായിട്ട് പാരയും വെക്കുന്ന കാര്യത്തിൽ വിട്ടാസ് മോശമല്ല. ഇനി നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരാം. അപ്പം ഇപ്പൊ നടക്കുന്നൊരു സംഭവമുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നടക്കുന്ന വലിയ സംഭവം. അതെ, കാരണം അതിക്രൂരമായിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക, അവിടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുക, അവിടെ അമ്പലങ്ങൾ അടിച്ചു പൊളിക്കുക, അതിക്രൂരമായിട്ട്. അതിനൊന്നിനും പോകാൻ ഈ പ്രിയങ്ക ഗാന്ധിക്ക്, ഈ പപ്പിക്കുട്ടിക്ക് സമയം കിട്ടിയില്ല. അതേപ്പറ്റി ഒന്നും അറിയാൻ പോലും. അത് നേരിട്ട് നമ്മൾ ബാധിക്കുന്ന നമ്മുടെ അയൽഭാഗത്ത് കിടക്കുന്നത് രാജ്യം. അതിനേക്കാളും ഈ അവരുടെ അവരുടെ ഗ്രാൻഡ് മദറാണ് ഇതിനെ വാറുണ്ടാക്കിയതിനെ പ്രത്യേക രാജ്യമാക്കി കൊടുത്തത്. അപ്പം അന്ന് അവർക്ക് പല റെക്കമെൻഡേഷൻ കൊടുത്ത് ഇന്നൊക്കെ ചെയ്യും. അവരെല്ലാം തള്ളിക്കളഞ്ഞു. കാരണം ഇന്ദിരാഗാന്ധി ഇവരെല്ലാവരും കൂടുതലായിട്ട് പറയുമ്പോഴും ഞാൻ ഇവരെ പഠിച്ചിട്ട് പറയുകയാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. ഡിക്റ്റേറ്ററാണെന്ന് അവർക്ക് ഈ കോൺഗ്രസ് പാർട്ടി നശിപ്പിച്ച് മുഴുവനവരെ ശരിക്കും ചരിത്രം പഠിച്ചാൽ അറിയാം. അപ്പം ഈ ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഇന്ത്യക്കാണ്. അവിടെയുള്ള എല്ലാ ചലനങ്ങളും അതിനെപ്പറ്റി ഒരു വാക്ക് പറയാതെ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെറർ ഗ്രൂപ്പായ ഹമാസും പാലസ്തീനും സപ്പോർട്ടായിട്ട് പ്രിയങ്ക ഗാന്ധി പോയി. ഇത് സത്യം പറഞ്ഞാൽ വയനാടുകാർക്ക് ഇത് വേണം. അവരുടെ ഈ വയനാട്ടിലുള്ളവരുടെ ക്രൈസ്തവരുടെയൊക്കെ ധാരണ രാഹുൽ ഗാന്ധിയുടെ പ്രസവം ഗംഗാറാമി എടുത്ത നേഴ്സ് ഇതേതാണ്ട് പോപ്പിനെ കാണുന്നത് പോലെയാണ് ഇറ്റാലിയൻ്റെ രാഹുൽ ഗാന്ധിയെ കാണുന്നത്. രാഹുൽ ഗാന്ധി ഈ ചരിത്രം ബേസിക്കലി ഇവർക്ക് അറിയാഞ്ഞിട്ട്, ഞാൻ ഇതിനെപ്പറ്റി മോശമായിട്ട് പറയുന്നതുമല്ല. ഈ രാഹുൽ ഗാന്ധിയുടെ, ഈ പ്രിയങ്ക ഗാന്ധിയുടെ, അതേപോലെ സോണിയാഗാന്ധി, ഈ കുടുംബത്തിന് ഇന്ത്യയോട്, ഇന്ത്യക്കാരോട് ഒരു സ്നേഹമില്ലാത്ത കുടുംബം. പ്രിയങ്ക ഗാന്ധിയുടെ ഹസ്ബൻഡ് റോബർട്ട് വധേര നടത്തിയ കൈക്കൂലി, അഴിമതി, പണം, എത്രയോ തെളിവുകൾ കേസ് നടന്നുകൊണ്ടിരിക്കുക. എത്രയോ അതിൻ്റെ മറ്റേ ദുബായിൽ മദ്യമൊക്കെ വെക്കുന്ന CC തമ്പി എന്ന് പറഞ്ഞ കള്ളതമ്പി എന്ന് പറയുന്ന അയാൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു. അപ്പം ഇത്രയും അഴിമതി നടത്തിയ, അപ്പൊ അതിന് മുഴുവനും പൂർണ്ണമായിട്ടും പിന്തുണ കൊടുത്തിയ ആളാണ് പ്രിയങ്ക ഗാന്ധി. ഇപ്പൊ അന്ന് രാജസ്ഥാൻ ഭരിച്ചിരുന്ന അശോക് ഗെഹ്ലോട്ട്, ആ ഗവൺമെന്റ് തന്നെയാണ് ഈ കേസുകൾ ഫോർവേഡ് ചെയ്യുന്നത്. അതെ അതെ, ലാൻഡ് കറപ്ഷൻ. ഹരിയാനയിൽ ഇപ്പം നേരത്തെ ഹരിയാന കോൺഗ്രസ് ഭരിച്ചുകൊണ്ട് സമയത്ത് അപ്പൊ അവിടെ ഹൂഡ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഹൂഡ അപ്പൊ അവിടെ ഹരിയാന അർബൻ ഡെവലപ്മെന്റ് ഗുഡ്ഗാവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം അയാൾ ഈ കേസിലെ പ്രതി. അപ്പം ഞാൻ ഇപ്രാവശ്യം CBI കോർട്ടിൽ പോയി കഴിയുമ്പോൾ ആ കേസ് നടക്കും അവിടെ, ഇവിടെ റോസവന്യൂ കോർട്ടിൽ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ എന്നോട് പറയുക, ഞങ്ങളൊക്കെ പ്രതിയായി അകത്ത് പോകും, പക്ഷേ ഈ വടേരയൊന്നും അകത്ത് പോകത്തില്ല. കാരണം വടേരയെ രക്ഷിക്കാൻ വേണ്ടി BJPക്കകത്തതിന് വലിയ ഗ്യാങ്ങുണ്ട്. കാരണം നേരിട്ട് കറപ്ഷൻ ഇതേപോലെ പണമുണ്ടാക്കിയ ഒരു കുടുംബം. ഈ കുടുംബം എന്ന് പറയുന്നത് ഇതിന്റെ പല ചരിത്രങ്ങളുണ്ട്. നെഹ്റു തന്നെ പ്രധാനമന്ത്രിയായത് പട്ടേലിനെ തള്ളിക്കളഞ്ഞിട്ട്, അത് കഴിഞ്ഞ് നെഹ്റു സ്വന്തം മകളെ കൊണ്ടുവന്നു, മകനെ കൊണ്ടുവന്നു. ഈ രാഹുൽ ഗാന്ധി മൊണ്ണയായിരുന്നു ഇപ്പം പല ആൾക്കാരും പറയാൻ തുടങ്ങി. കാരണം രാഹുൽ ഗാന്ധി പെട്ടെന്ന് അമ്മ മരിച്ചു കയറി പ്രധാനമന്ത്രിയായി. കോൺഗ്രസ് വിട്ടുപോയ മുതിർന്ന നേതാക്കളെല്ലാം കൊടുത്തു. അപ്പൊ ആ സമയത്ത് ഈ രാജീവ് ഗാന്ധി ഇതിനേക്കാളും കഴിവ് കുറച്ചൊരു കക്ഷിയായിരുന്ന പറയുന്നത്. അപ്പൊ ആ കുടുംബത്തിന്റെ പ്രിവിലേജും പ്രീമിയർഷിപ്പ് അതെല്ലാം കൊണ്ട് ഈ 10ാം ക്ലാസ് തോറ്റ ഒരുത്തിനെ പെട്ടെന്ന് PhD ഹോൾഡർ ആക്കുന്ന, അല്ലെങ്കിൽ രണ്ടാമത്തെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നു. അതാണ് ബേസിക്കലി ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ പ്രിയങ്കയെ പറ്റി യാതൊരു പ്രതീക്ഷയില്ല. അതായത് രാഹുൽ എന്ന് പറഞ്ഞ പപ്പുവിൻ്റെ അനിയത്തിയായ പപ്പിക്കുട്ടിയായിട്ട് ഇന്ത്യക്കും ഈ കോൺഗ്രസിന് അടുത്ത ലൈബിലിറ്റി ആയിട്ട് ഇത് മുന്നോട്ട് പോകും.